കേണൽ സോഫിയ ഖുറേഷിയെ മധ്യപ്രദേശിലെ മന്ത്രി വിജയ് ഷാ അധിക്ഷേപിച്ചതിന് മധ്യപ്രദേശ് സർക്കാരിന്റെ പിന്തുണയുണ്ടോ എന്നാണ് ചോദ്യം. അധിക്ഷേപത്തിന് പിന്തുണയോ BJP പിന്തുണയ്ക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. അഡ്വക്കേറ്റ് ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യൻ സേനയുടെ പെൺകരുത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ വിംഗ് കമാൻഡർ വോമിക സിംഗും അതുപോലെ തന്നെ കേണൽ സോഫിയ ഖുറേഷിയും. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമാണ്. അവർ ഇന്ത്യൻ സൈന്യം എന്താണോ ചെയ്യാൻ പറയുന്നത് ആ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നത്. ഈ കേണൽ സോഫിയ ഖുറേഷിയുടെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് അവരുടെ അച്ഛൻ സൈന്യത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച ആളാണ്. അവരുടെ മുത്തച്ഛൻ സൈന്യത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച ആളാണ്. അവരെ ഒരിക്കലും ഒരു മുസ്ലിം നാമധാരി എന്ന് കണ്ടിട്ട് ഒരിക്കലും BJP അപ്പോയിൻറ്റ് ചെയ്തതാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അവർ സൈന്യത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ആളാണ്. ആ സൈന്യത്തിൻ്റെ ഭാഗമായി ശക്തമായ നിലപാട് സ്വീകരിച്ച ഭാഗമാണ്. ഇന്ത്യൻ ജനതയുടെ ഒന്നാകെയുള്ള അവരുടെ സ്റ്റേറ്റ്മെൻറ്റാണ് അവർ 7-ാം തീയതിയും 8-ാം തീയതിയും 9-ാം തീയതിയുമായി നടത്തിയ എല്ലാ പത്രസമ്മേളനവും കൂടെ പറഞ്ഞതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ കാര്യത്തിൻ്റെ അകത്ത് മന്ത്രി വിജയ് ഷാ പറഞ്ഞ കാര്യത്തോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് BJP യോജിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം BJP അതിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു യോജിപ്പ് പ്രകടിപ്പിച്ചാൽ അതിൻ്റെ മറുപടി പറയേണ്ടി വരിക പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് ആയിരിക്കും. കാരണം അദ്ദേഹമാണ് സൈന്യത്തിൻ്റെ മന്ത്രി എന്നുള്ളത്. സൈന്യത്തിൻ്റെ മന്ത്രിക്ക് ഒരിക്കലും പോയിട്ട് സൈന്യത്തെക്കുറിച്ച് മോശമായി പറയാനേ പറ്റില്ല. അപ്പം ഇദ്ദേഹം എനിക്ക് തോന്നുന്നില്ല പഴയ ചില കിളിപോയ നേതാക്കന്മാർ പറയുന്നത് പോലെ പറഞ്ഞു എന്നുള്ളത് കണക്കാക്കിയാൽ മതി. അല്ലാതെ ആരെങ്കിലും അങ്ങനെ പറയുമോ? രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത്രയും ശക്തമായ രീതിയിൽ ഒരു തിരിച്ചടി പാകിസ്ഥാന് കൊടുത്ത് അതിൻ്റെ രീതിയിൽ ആ ഒരു തിരിച്ചടിയിൽ അഭിമാനം കൊള്ളുന്ന രാജ്യത്തെ 130 കോടി ജനങ്ങളുള്ള സ്ഥലത്ത് ഇതുപോലെയുള്ള വിഡ്ഢിത്തരം വിളിച്ചു പറയുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആൾക്കാർ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്നുള്ളത്. അത് മാത്രമല്ല ഹൈക്കോടതിയും മധ്യപ്രദേശ് ഹൈക്കോടതിയും അത് തന്നെയാണ് പറഞ്ഞത്. സുപ്രീം കോടതി അത് തന്നെയാണ് പറഞ്ഞത്. ഇതുപോലെയുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർ സംസാരിക്കുമ്പോൾ ശക്തമായ രീതിയിലും വ്യക്തതയോടും കൂടിയിട്ട് ഇന്ത്യയുടെ ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഇവരെല്ലാം പറയേണ്ടത്. ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ, ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹമൊക്കെ ഇങ്ങനെ പറയാൻ പാടും എന്നുള്ളത്. കാരണം അതിനെയൊക്കെ ശക്തമായ രീതിയിൽ BJP മറുപടി പറയേണ്ടതാണ്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഇന്നലെ തന്നെ അതിന് മറുപടി പറയുകയും അദ്ദേഹത്തിൻ്റെ ശക്തമായ നടപടി സ്വീകരിക്കുകയും വേണം എന്നുള്ളതായിരുന്നു എൻ്റെ അഭിപ്രായം. ഇപ്പോഴും അത് സുപ്രീം കോടതിയിൽ പോകാനൊന്നും വെച്ചുകൊണ്ടിരിക്കരുത്. അവരോടൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ വിശദീകരണം ചോദിച്ച് നിൽക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അമിത്ഷായ്ക്കും അതുപോലെ തന്നെ നരേന്ദ്രമോദിക്കും രാജ്നാഥ് സിംഗിനും സോഫിയ ഖുറേഷിക്കെതിരെ അല്ലെങ്കിൽ അവരെ ആ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അറിയില്ലാഞ്ഞിട്ടാണോ? അപ്പോൾ അവരെങ്ങനെയാണ് കാണുന്നത്? അവിടെ ഇന്ത്യയുടെ ജനങ്ങൾ അവർ വിവിധ മതത്തിൽപ്പെട്ടവരായിരിക്കാം, വിവിധ ഭാഷയിൽപ്പെട്ടവരായിരിക്കാം. ഇവരെയൊക്കെ ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ടായിരിക്കും ഈ പറയുന്ന തിരിച്ചടിക്ക് അവർ ഒരുങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി വരെ സർവ്വ അധികാരങ്ങളും സൈന്യത്തിൻ്റെ കൊടുത്തിട്ട് മാറി നിന്നത്. അവർക്ക് എന്ത് തീരുമാനമെടുക്കാം, ഏത് സമയത്ത് തിരിച്ചടിക്കണമെന്ന് തിരിച്ചടിക്കാം, ഏത് കാര്യങ്ങൾ തീരുമാനമെടുക്കാം. അങ്ങനെയൊക്കെ ഒരു പാർട്ടിക്കപ്പുറം ഒരു രാജ്യത്തിൻ്റെ ആവശ്യം മുൻനിർത്തി അവർ ശക്തമായി തിരിച്ചടിച്ച സമയത്ത് ഇതുപോലെയുള്ള ഒരാളൊക്കെ വന്നിട്ട് ഇങ്ങനെ മറുപടി പറയുക എന്ന് പറയുന്നത് ശക്തമായി അപലപിക്കേണ്ട കാര്യമാണ്. നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ? നമ്മുടെ നാട്ടിൽ ഇതുപോലെയാണ്. നമ്മുടെ നാട്ടിൽ ഒരു രാജ്യത്തിനെതിരെ ശക്തമായി യുദ്ധം ചെയ്ത സമയത്ത് തിരിച്ചടിക്കുന്ന സമയത്ത് അയ്യോ ഇപ്പോൾ യുദ്ധം വേണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുള്ള രാജ്യമായി മാറി നമ്മുടെ നാട്ടിൽ വരെ ഞാൻ പറയുന്നത്. അപ്പം അതെന്താണ് ആ സമയത്ത് ചർച്ച ചെയ്യേണ്ട കാര്യമാണോ അത്? ഇപ്പം നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. എന്തോ ഇപ്പോൾ ആൾക്കാർ ചർച്ച ചെയ്യാത്തത്? ഈ സമയത്ത് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? തിരിച്ചടിയെല്ലാം അവസാനിപ്പിച്ച സമയത്ത് ചർച്ച ചെയ്യണ്ടേ? എന്തുകൊണ്ടാണ് തിരിച്ചടിച്ചത്? അങ്ങനെ ഒരു യുദ്ധത്തിൻ്റെ സംവിധാനത്തിലേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? അപ്പം അത് ഈ സൈനികരുടെ വീര്യം തകർക്കുക എന്നാണ് പറയാം. ഇപ്പോൾ തിരിച്ചടി കൊടുത്തതിന് ശേഷം വിദേശ മാധ്യമങ്ങൾ, ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസും വാഷിംഗ്ടൺ പോസ്റ്റും അടക്കം ഇന്ത്യയുടെ വിജയം അത് ഉപഗ്രഹ ഇന്ന് നിങ്ങൾ പറയും ഇസ്രായേലിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് ന്യൂയോർക്ക് ടൈംസ് പറയുന്നു. ഇസ്രായേലിൻ്റെ സൈനിക മേധാവി ഇന്നെന്താ പറയുക, ഇന്ത്യനെ അഭിനന്ദിക്കുകയാണ്. സത്യത്തിൻ്റെ കൂടെ തിരിച്ചടിച്ചു എന്നാണ് ഇസ്രായേലിൻ്റെ സൈനിക മേധാവി പറയുന്നത്. അതുകൊണ്ട് ഭീകരവാദത്തിനെതിരാണ് ഇന്ത്യ യുദ്ധം നടത്തിയതെന്നും തിരിച്ചടി നൽകിയതെന്നും ഭീകരവാദ കേന്ദ്രങ്ങളാണ് തകർത്തതെന്നും ഭീകരവാദികളെയാണ് കൊന്നൊടുക്കിയതെന്നും ലോക രാജ്യങ്ങൾ പ്രശംസിക്കുകയും ലോക മാധ്യമങ്ങൾ പറയുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് നിന്നും ഇതുപോലെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു മന്ത്രി ഇങ്ങനെ പറയാമെന്ന് പറഞ്ഞാൽ അതും BJP ഭരിക്കുന്ന കേന്ദ്രത്തിൻ്റെ
കീഴിൽ BJP ഭരിക്കുന്ന ഒരു സംസ്ഥാന മന്ത്രി ഇങ്ങനെ പറയാന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് ശക്തമായ നിലപാട് സ്വീകരിക്കും BJP തന്നെയാണ്. അങ്ങനെ എടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ത്യ പോലൊരു രാജ്യത്ത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ എടുക്കേണ്ടതാണ്. അങ്ങനെ എടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അങ്ങനെയല്ല ഞാൻ വിചാരിക്കുന്നത്. ശക്തമായ നടപടി എടുത്ത് പോകണമെന്നേ. കാരണം എന്താണ് ഇന്ത്യ എന്തിനാണ് 2 വനിതാ രത്നങ്ങളെ ഈ പറഞ്ഞ സംവിധാനം ഏൽപ്പിച്ചത്? അതിനൊരു മെസ്സേജ് എന്തിനാ സിന്ദൂർ എന്ന് പറഞ്ഞൊരു പേര് അങ്ങനെ ഇടാൻ കാരണം? അതിനൊക്കെ ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജിൻ്റെ മേലുള്ള കളങ്കമായിട്ടാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ അതിനെതിരെ ശക്തമായി അതിനൊന്നും ഇങ്ങനെ സമയം വെച്ച് താമസിക്കേണ്ടത് ശക്തമായ നടപടി സ്വീകരിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു ഒന്നല്ല. ഞാൻ പറഞ്ഞത് ഓരോ സമയങ്ങളിൽ ആ സമയം ചർച്ച ചെയ്യേണ്ട സമയങ്ങളിൽ എടുക്കുന്ന ഒരു നിലപാടുകളുണ്ട്. ഞാൻ പറയുന്നത് തിരിച്ചടി സമയത്ത് തിരിച്ചടിയായിരിക്കണം. അത് ജനങ്ങളുടെ ഒറ്റക്കെട്ടായ തീരുമാനമായിരിക്കണം. ഇന്ത്യയിൽ നിന്നൊരു വിഭിന്ന സ്വരം കേൾക്കാൻ പാടില്ലായിരുന്നു. അതിന് മുൻപ് വേണമെങ്കിൽ പറയാം. അതിന് മുൻപ് ഈ തിരിച്ചടി നമ്മൾ 27-ാം തീയതി അല്ലേ ആക്രമണം? 22-ാം തീയതി ആക്രമണം ഉണ്ടായ സമയത്ത് കഴിഞ്ഞ് 14 ദിവസം ഉണ്ടായിരുന്നല്ലോ. ഇവർക്ക് എല്ലാവർക്കും പറഞ്ഞുകൂടായിരുന്നോ എന്തുകൊണ്ട് തിരിച്ചടിക്കണ്ട എന്നൊക്കെ പറഞ്ഞാൽ പോരായിരുന്നോ? ഒരാൾ പോലും വേണ്ടിയില്ലോ. അന്ന് ശക്തമായി വാദിച്ചത് എന്താണെന്നറിയോ? തിരിച്ചടി കൊടുക്കണം. നരേന്ദ്രമോദി എന്തുകൊണ്ട് തിരിച്ചടിക്കില്ല? BJP ഒന്നും തിരിച്ചടിക്കുന്നില്ല എന്ന് പറഞ്ഞു തീർന്നില്ല. തിരിച്ചടി കൊടുത്തു. 7-ാം തീയതി തിരിച്ചടി കൊടുത്തപ്പോൾ തന്നെ എന്ത് ചെയ്തു? മെല്ലെ തിരിഞ്ഞു തുടങ്ങി. അത് പറഞ്ഞ് ശക്തമായ തിരിച്ചടി 8-ാം തീയതിയും 9-ാം തീയതിയും കൊടുത്ത സമയത്ത് യുദ്ധത്തിലേക്ക് പോകേണ്ട കാര്യമില്ല, തിരിച്ചടി കൊടുക്കണ്ട എന്നുള്ള നിലയ്ക്കായി. നേരെ തിരിച്ച് 9-ാം തീയതി ഈ പറഞ്ഞ ചർച്ചകളൊക്കെ നടത്തി, 10-ാം തീയതി ചർച്ചകളൊക്കെ നടത്തി, എന്നാൽ തൽക്കാലം വെടിനിർത്തലായിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറയാം ഞങ്ങളുടെ നേതാക്കന്മാരാണെങ്കിൽ അടിച്ച് തീർത്തിട്ടുണ്ടാവും എന്ന് പറയും. അപ്പോൾ ഇവരുടെയൊക്കെ ആവശ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്, പൊതുവായ രാഷ്ട്രീയമാണ്. അപ്പോൾ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാജ്യ താല്പര്യത്തിന് അനുകൂലമാണോ നിൽക്കുന്നത്? രാജ്യത്തിൻ്റെ അകത്താണ് രാഷ്ട്രീയം വേണ്ടതെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്താണ്? രാജ്യത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏത് മതമാകാം, ഏത് രാഷ്ട്രീയമാകാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ പ്രവർത്തിക്കാം, ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാം, ഇഷ്ടമുള്ള സംസാരിക്കാം, ഇഷ്ടമുള്ള ഭാഷ പഠിക്കാം, എന്താണോ നിങ്ങളുടെ ഇഷ്ടം അത് നിങ്ങളുടെ രാജ്യത്തിനകത്ത് നടത്താം. പക്ഷേ രാജ്യത്തിന് പുറത്തെന്ന് പറഞ്ഞാൽ ഒറ്റ തീരുമാനമേ ഉള്ളൂ. അതെന്താണ്? അത് രാജ്യ താല്പര്യമാണ്. അവിടെ ഒറ്റ മതമേ ഉള്ളൂ. ആ മതം എന്ന് പറയുന്നത് രാജ്യ താല്പര്യമാണ്. അവിടെ നിങ്ങൾ ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിം ഒന്നും ഉള്ളതില്ല. അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ അകത്താണ്. അപ്പം നിങ്ങൾ തിരിച്ചടി കൊടുക്കാൻ തീരുമാനിക്കുകയും തിരിച്ചടി കൊടുക്കുകയും അത് എന്താണ് ഇന്ത്യയുടെ തന്നെ സൈന്യത്തിൽ 2 വനിതാ രത്നങ്ങളെ അല്ലെങ്കിൽ വനിതാ മുഖങ്ങളെ കൃത്യമായി ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ഷോക്കേസ് ചെയ്യും. ആ ഷോക്കേസ് ചെയ്ത ഒരാൾക്കെതിരെ ഇതുപോലെ ഒരു മന്ത്രി, BJP മന്ത്രി നിലപാടെടുത്തു എന്ന് പറയുന്നത് ഒരിക്കലും പിന്തുണയ്ക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് BJP പിന്തുണയ്ക്കരുത്, സർക്കാർ പിന്തുണയ്ക്കരുത് എന്ന്, അത് പിന്തുണയ്ക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് 1-2 ദിവസം കൊണ്ട് അത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഞാൻ പറയുന്നത് പിന്തുണയ്ക്കില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിനൊക്കെ ശക്തമായ മറുപടി അപ്പോൾ കൊടുക്കണം. നമ്മൾ എന്താണ് പാകിസ്ഥാൻ മറുപടി കൊടുത്തത് നമ്മുടെ പെൺമക്കളുടെ സിന്ദൂരം മായ്ച്ച അല്ലെങ്കിൽ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ച പാകിസ്ഥാൻ നമ്മൾ തിരിച്ചടി കൊടുത്തില്ലേ? അതുപോലെ തന്നെ ആയിരിക്കണം. ഈ സ്ത്രീകൾക്കെതിരെ ഒന്നും ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ഇവർക്ക് എന്ത് നേട്ടമാണ് ഇതുകൊണ്ട് കിട്ടുന്നത്? ഭീകരവാദിയുടെ സഹോദരി എന്ന് പറയുന്ന അയാളുടെ മനസ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഞാനിപ്പോൾ ചില സ്ഥലങ്ങൾ കാണും, നമ്മുടെ ഈ യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും താഴെ കമൻറ്റ് എഴുതുന്നത് കണ്ടിട്ടില്ലേ? ഈ കമൻറ്റ് എഴുതുന്നവരൊക്കെ മനസ്ഥിതി എന്ന് പറയുന്നത് എന്തോ എഴുതി വിടുകയാണ്. ഈ സംവിധാനത്തിനൊക്കെ ഒരു ലീഗൽ ആംഗിൾ നോക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരു 10,000-കണക്കിന് ആൾക്കാർ ജയിലിലേക്ക് പോകും. കാരണം അത്ര രീതിയിൽ വൃത്തികെട്ട മോശം പരാമർശമാണ് ഇത് എഴുതിക്കൊണ്ടേയിരിക്കുന്നത്. യുദ്ധം നടക്കുന്ന സമയത്ത് നിങ്ങളതൊരു 25 സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓരോന്നോരോന്ന് വായിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ മെസ്സേജും ഓരോ പരാതികളാണ്. അത് സൈന്യത്തിനെതിരെ പറയുന്നുണ്ട്, അത് ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ മറ്റേ ഫസ്റ്റത്തെ ഇദ്ദേഹത്തിനെതിരെ കമൻറ്റ് വിക്രം മിശ്രിക്കെതിരെ ശക്തം. എന്തൊരു സൈബർ ആക്രമണമാണ്! അദ്ദേഹമാണോ തീരുമാനം എടുത്തത്? അത് സർക്കാർ തമ്മിൽ തീരുമാനമെടുത്തു, സൈന്യം തമ്മിൽ തീരുമാനമെടുത്തു, വെടി നിർത്താൻ തീരുമാനിച്ചു. വിക്രം മിശ്രയ്ക്കെതിരെ എന്തൊരു രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് നടക്കുന്നത്? അദ്ദേഹം എന്ത് ചെയ്തിട്ടാണ്? അപ്പം ഓരോരുത്തരുടെ മനസ്സിൽ ഇപ്പം ഞാൻ ഇന്ന കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്, ആ കാര്യം അങ്ങ് വിളിച്ചു പറയുകയാണ്. അത് രാജ്യ താല്പര്യത്തിന് അനുകൂലമാണോ രാജ്യ താല്പര്യത്തിന് എതിരാണോ എന്ന് ചിന്തിക്കുന്നേ ഇല്ല. എൻ്റെ അഭിപ്രായത്തിൽ രാജ്യ താല്പര്യം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. അതിൻ്റെ അകത്ത് മതമില്ല, അതിൻ്റെ അകത്ത് രാഷ്ട്രീയമില്ല, അതിൻ്റെ അകത്ത് ഒന്നുമില്ല. അതുകൊണ്ടാണല്ലോ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് ഇന്ത്യയുടെ ഭരിക്കുന്ന
ഭരിക്കുന്ന പാർട്ടിയും പ്രതിപക്ഷ പാർട്ടികളും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് ശക്തമായ രീതിയിൽ ഒറ്റ തീരുമാനം എടുത്തത്. അതെന്താണ്? അത് തിരിച്ചടിക്കാനുള്ള തീരുമാനം. അതുപോലെയുള്ള തീരുമാനം ഈ കാര്യത്തിന് എടുക്കണം എന്നുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ട് ഇനി സമരം പ്രതിപക്ഷത്തെ കൊണ്ട് ചെയ്യിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കരുത് എന്നുള്ളതാണ്. അപ്പം BJPയുടെ നേതാക്കന്മാരൊക്കെ ഇപ്പോൾ നിൽക്കേണ്ട സംവിധാനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കേണൽ സോഫിയ ഖുറേഷിക്ക് അനുകൂലമായിട്ടാണ്. അവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും അവരെ പിന്തുണയ്ക്കുകയും സൈന്യത്തിനാണ് ആ പിന്തുണ കൊണ്ട് ഊർജ്ജം ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. Meet the editors.